ഭർത്താക്കന്മാരൊക്കെ ഒരു സെറ്റാ. ഭാര്യമാരെ പറ്റിക്കാൻ ഒരു അവസരം നോക്കി നടക്കുക, നീ ഉൾപ്പെടെ. ഇന്നലെ മുകുന്ദേട്ടൻ വീട്ടിലെത്തിയപ്പോ മണി 6:15, 15 മിനിറ്റ് ലേറ്റ്. എന്താ താമസിച്ചെന്ന് ഞാൻ ചോദിച്ചപ്പോ പതിവ് ഉത്തരം ട്രാഫിക് ജാം. ഈ ട്രാഫിക് ജാം പോലും ഭർത്താക്കന്മാർക്ക് കള്ളം പറയാൻ വേണ്ടി ഉണ്ടാക്കിയിരിക്കുന്നതാ. എനിക്കറിയാം, മുകുന്ദേട്ടൻ ഏതെങ്കിലും പെണ്ണുങ്ങളെ വാചകം അടിച്ച് നിന്നാണ്, അതാ താമസിച്ചത്. എന്നെ പരീക്ഷിച്ച് ഇതുവരെ മതിയായില്ലേ എന്റെ കുഞ്ഞീഷ്ണ. ശ്രദ്ധിച്ചോ, ശബ്ദത്തിലുള്ള കരകരപ്പ് ശ്രദ്ധിച്ചോ. ഭാര്യമാരിൽ താല്പര്യം കുറയുന്നതിന്റെ ആദ്യ ലക്ഷണം ടോണിലുള്ള ഈ മാറ്റമാണ്. നീയും ഇങ്ങനെ ആയിരുന്നോ? എടി രുക്മിണി, എടി സത്യഭാമി എന്നൊക്കെ തട്ടിക്കറും പോലെയാണോ ഭാര്യമാരെ വിളിച്ചിരുന്നത്? ആയിരിക്കും, പുരുഷനല്ലേ. കേട്ടോ, ആദ്യത്തിനൊക്കെ കട്ടി കൂടി. നിനക്ക് വെച്ചിട്ടുണ്ട്. കൃഷ്ണേന്ദു, എന്താ ഇതെന്താ ഒരു മരുന്ന് നരച്ച നിറമുള്ളൊരു ഷർട്ട്? എന്റെ ചുവന്ന ഷർട്ട് ഇവിടെ. ഞാനതെടുത്ത് മാറ്റി വെച്ചു. എന്തിന്? ലൈറ്റ് കളേഴ്സ് ഇട്ടാ മതി. കടുത്ത കളറൊക്കെ പെൺകുട്ടികളിൽ ആകർഷണം ഉണ്ടാക്കും. എന്റെ ഈശ്വര, ഈ വർത്താനം കേട്ട് കേട്ട് ഞാൻ മടുത്തല്ലോ. ഞാനിന്ന് തുണി ഉടുക്കാതെ പോവാൻ പോവാ. അപ്പൊ കൂടുതൽ രസമായിരിക്കുമല്ലോ. എന്റെ ഗുരുവായൂരപ്പ, കാണാം പെണ്ണുങ്ങൾ എണ്ണം നിറഞ്ഞ എന്തും ചെയ്യും ചില ആണുങ്ങൾ. ചട്ടി വെച്ച് തന്നിട്ടുണ്ടല്ലോ. അയ്യോ കൃഷ്ണേന്ദു, എന്റെ കൃഷ്ണേന്ദു, നീ ടെൻഷൻ അടിക്കാതെ. എന്നെ പോലെ കാണാൻ കൊള്ളാവുന്നവരൊന്നും പെൺകുട്ടികൾക്ക് ഇപ്പൊ യാതൊരു മൈൻഡും ഇല്ല. അവരുടെ രീതികളൊക്കെ അങ്ങ് മാറിപ്പോയില്ലേ? നമ്മുടെ മാഗസിന്റെ അടുത്ത ലക്കത്തിലെ കവർ സ്റ്റോറി തന്നെ അതാ. സ്ത്രീകളുടെ മാറി വരുന്ന പുരുഷ സൗന്ദര്യ സങ്കല്പം. ജീവിതത്തിൽ കുളിക്കാത്ത, നനയ്ക്കാത്ത, കണ്ടാൽ തന്നെ ഒരു അലന്ന ലുക്കുള്ള കീറിയ ജീൻസ് ഒക്കെ ഇട്ടാ നടക്കുന്ന ചെക്കന്മാരെയാണ് പെൺകുട്ടികൾക്ക് ഇഷ്ടം. അപ്പൊ അതാണ് കാര്യം. എന്ത്? ഇന്നലെ ഓഫീസിൽ നിന്ന് വന്നിട്ട് കുളിക്കാതെ നനയ്ക്കാതെ ഒക്കെ ഇരുന്നത് ആ അലന്ന ലുക്ക് കിട്ടാൻ വേണ്ടിട്ടായിരുന്നല്ലേ? എന്റെ കുഞ്ഞീഷ്ണ, എന്നെ ഇതേ രൂപത്തിൽ ഇങ്ങനെ മേപ്പോട്ട് കൊണ്ടുപോകാൻ എന്തെങ്കിലും മാർഗമുണ്ടോ? ശല്യം.